വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. ഇന്ന് നമ്മുടെ വീക്കെൻഡായിട്ട് ചുമ്മാ പുറത്തു പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഇന്നും നിമ്മിയും അപ്പൂസും ബാസിനും ഒക്കെ ഉണ്ട്. അവർ 8:30 വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. അവർക്ക് 8:30 ആവണുള്ളൂ. അപ്പോൾ നമ്മൾ മാളൂട്ടീനെ പിക്ക് ചെയ്യാൻ പോകണം കേട്ടോ. മാളൂട്ടി ട്യൂഷന് പോയേക്കാണ്. ആദ്യം പോയി മാളൂട്ടീനെ വിളിച്ചുകൊണ്ട് തന്നെ, എന്നിട്ട് പിന്നെ അവരുടെ കൂട്ടത്തിലാണ് കേട്ടോ നമ്മളിന്ന് പോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ മാളൂൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്. അതേ നമ്മൾ മാളൂട്ടീൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഈ ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിലാട്ടോ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്. 8:30 അവർ പറഞ്ഞിരുന്നത്. 3ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ. ദിവസം സമയോടെ അപ്പം നമ്മൾ റൂമിലെത്തി. ഇതാണ് കേട്ടോ റൂം. അപ്പം അതാ മാളുക്കുട്ടി വന്ന്. മാളുക്കുട്ടിയുടെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീടാണിത്. അവരോരോ സമയം അറിയിക്കും കേട്ടോ. ഇന്ന സമയമൊന്നുമില്ല. ഡാൻസ് നമുക്ക് പോയി ഒന്നോടെ റീജോയിൻ ചെയ്യണ്ടേ. നമ്മളിന്ന് നിമ്മിയാൻ്റിയുടെ പുറത്ത് പോകാൻ കേട്ടാ. മാളൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാളൂട്ടിനെ വിളിക്കാൻ നേരത്താണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പ്ലാൻ ചെയ്തേ പോകണ്ടെന്ന്. നിഷേട്ടൻ താഴെ വെയിറ്റിംഗാണ്. ഹിന്ദിയുടെ 2ാമത്തെ ചാപ്റ്റർ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. 5 മീനിങ് ഞാൻ സ്കൂളിൽ ഇരുന്ന് പഠിച്ചായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെത്തിയിട്ടോ. മാളൂട്ടി റൂമിൽ ബാഗ് വയ്ക്കാൻ പോയേക്കാണ്. അതെ അവരെത്തി. ഹായ് അപ്പോൾ ഹാറ്റാന്നേ. ഹായ് പറ. ഹായ് പറ. ട്രക്ക് മാളൂട്ടി ഇപ്പോൾ വരും കേട്ടോ. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് മാളൂട്ടിക്ക് വേണ്ടിയിട്ട്. അവർ വന്നു. നമ്മൾ കഴിക്കാനായിട്ട് കേരള നൈറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ. മാളു സൂക്ഷിച്ച് വണ്ടി. കയറി വരുമ്പോൾ തന്നെ ദേ അവരുടെ മെനു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സ്. അപ്പം ഞങ്ങൾ ഫാമിലി റൂമിലേക്ക് കയറി. അപ്പുറം ചെന്നപ്പോൾ അവിടെ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടി ഫാമിലി റൂമിലേക്ക് ഇപ്രാവശ്യത്തേക്ക് വന്നു. അപ്പൂസ് കളിക്കണ്ടോ? കളിക്കണോ? നോമ്പല്ലായിരുന്നോ? ഓർഡർ ചെയ്തത് അപ്പവും പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും. മാളൂന് ബട്ടർ ചിക്കൻ. എവിടെ ചെന്നാലും മാളൂന് ബട്ടർ ചിക്കനാണ്. മാളൂന് അതാ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാം നല്ലതായിരുന്നു. ഇനി നമ്മൾ നേരെ പർച്ചേസിങ്ങിനായിട്ട് ബാസിനും നിമ്മിയൊക്കെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള പർച്ചേസിങ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും ഇറങ്ങിയതാണ് കേട്ടോ. ആളവിടെ ചേർത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇടിക്കും. കാറിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഏത് സൈഡിൽ ചെന്നാലും ഒരുപാടാണ് കേട്ടോ. നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. തന്നെ നിങ്ങൾ നോക്കണേ. ടോയ്സിൻ്റെയൊക്കെ ഭാഗം നിറയെയാണ് കേട്ടോ. പാവകളൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും. അത്രയുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. ഒരുപാടുണ്ട്. ആ ഒരു ലൈൻ ഫുള്ള് എന്ത് സാധനം ഇവിടെ ഇടുന്നത് അതിൻ്റെ ഫുള്ളായിട്ട് ഒരു ലൈൻ ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. നമുക്ക് കൊതിയാവും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുക്കാൻ തോന്നും കേട്ടോ. ടോയ്സ് ആണെങ്കിലും പറയണ്ട. ഓരോ സെക്ഷൻ തിരിച്ച് ഫുള്ള് ഇഷ്ടം പോലെയാണ് കേട്ടോ.
കാറെവിടെയാ പെട്ടി എവിടെയാ ഇനി എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കട്ടെ. ദേ മമ്മി വിളിക്കുന്നു, മമ്മി വിളിക്കുന്നു. ദേ മമ്മീൻ്റെ അടുത്ത കാറ് ഓടിപ്പോക്കോ. എന്തൊരു സാധനല്ലേ. കസേര മേടിച്ചെടുക്കാം പഠിക്കാൻ. ഇപ്പൊ പാവകളോടാണ്, നിറച്ച് പാവ എന്നാലും പാവ വേണം. ഇതുപോലുള്ള പാത്രങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല രസമാണ്. ഇപ്പോൾ നിറച്ച് കാണുമ്പോഴത്തേനും നമുക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നേ. ലബൂബൂസ് കീ ചെയിൻ ഗൈസ്. കാണിക്കും മറ്റേ ഷോർട്സ് ആയിരുന്നു. ഇത് ലബൂബിന്റെ കോളാവർഷിന്റെ സീക്രട്ടിന്റെ ഇത്. ഇതിന്റെ നോർമല് ബിഗിൻ്റെ എനർജിയുടെ. ഇതേ ലബൂബു കൊറേ ഇത് റിയൽ അല്ല, സാധനങ്ങളല്ല കേട്ടോ അവിടെ ഇഷ്ടം പോലെ. കീച്ചയിൽ എന്തോരം നോക്കിയേ. ലബൂബൂന്ന് എഴുതിയിട്ടുണ്ടോ? നോക്കട്ടെ നോക്കട്ടെ. ആ ലബൂബു പാവകളുടെ കളക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. കുറേ ഉണ്ട് ഇവിടെ. ഭയങ്കര റേറ്റാ. ആ ഈ ഒരു ഏരിയ മൊത്തം ഹാൻഡ് ബാഗുകളാട്ടോ. എന്തോരാന്ന് പറഞ്ഞാൽ പറയാനില്ല കേട്ടോ. കണ്ടാൽ തീരില്ല, അത്രയുണ്ടേ. മാളൂൻ അന്വേഷിച്ച് കിടന്ന് ലബൂബിയോ ലബൂബു. ആ അതിൻ്റെ ചെരുപ്പ് കിട്ടിയിട്ട മാളൂന്. ലബൂബിൻ്റെ ചെരുപ്പ് ഇട്ട് നോക്കി. അത് ചെറുതാന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഇട്ട് നോക്കാം, എന്നിട്ട് സെലക്ട് ചെയ്യാം. ആക്കണോ? ചെറുതല്ലേ? അതിൻ്റെ അടുത്ത സൈസ് നോക്ക്. അപ്പൂസിന് കളിപ്പാട്ടം മേടിച്ചേ. കാണിച്ചേ അപ്പൂസേ, അപ്പൂസിന്റെ കളിപ്പാട്ടം മേടിച്ചേ. അങ്ങനെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കും. അപ്പൂസ് നോക്കിയേ. ആ ഇത് ആ ഓ എന്ത് കനാ നോക്കി. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിട്ടോ. അയ്യോ അപ്പൂസിന്റെ ചിരി നോക്കിയേ. ആ എന്നാ എന്റെ തോക്ക എന്താ പറയണ്ടേ. അപ്പൊ നമ്മുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ ഒക്കെ